നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് സ്ഥലപരിമിതി കുറവുള്ള ആളുകൾക്ക് ഡ്രമ്മിലും ചട്ടിയിലും ഒക്കെ ആയിട്ട് ടെറസിൻ്റെ മുകളിലും അതുപോലെ തന്നെ താഴെയൊക്കെ ആയിട്ട് എങ്ങനെ മാവുകളെ ഒതുക്കി ചെറുതാക്കി വളർത്തി ഡ്രമ്മിൽ പരിപാലിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഡ്രമ്മിൽ ഇതുപോലെ ഒരു മാവിനെ ട്രെയിനിങ് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇത് ഏകദേശം 3 വർഷമായ ഒരു പ്ലാന്റ് ആണ്. 3 വർഷം കഴിഞ്ഞു. ഈ ഡ്രമ്മിലേക്ക് മാറ്റിയിട്ട് 3 വർഷം കഴിഞ്ഞിരിക്കണം. ഇല്ല, ഡ്രമ്മിൽ നമ്മൾ ആദ്യം ഇത് ഗ്രോ ബാഗിൽ ഒരു 1.5 വർഷം നമ്മൾ വളർത്തി. ഗ്രോ ബാഗിൽ എന്നതിന് ശേഷം ഇതിലിപ്പോൾ ഒരു 1.5 വർഷമായി. ഇതിലേക്ക് മാറ്റിയിട്ട് 1.5 വർഷമല്ലേ? ഇപ്പൊ ഇത് പൂവിട്ട് നിൽക്കുന്ന നമുക്ക് കാണുന്നുണ്ട്. ഇത് ഫസ്റ്റ് ടൈം ആണോ അതിന് മുമ്പ് പൂവിട്ട്? ഇത് ആദ്യമായിട്ട് ഫ്ലവർ ചെയ്യാണ്. ഈ ഒരു വെറൈറ്റി ഏതാണ്? ഇത് ഒരു തായ്ലൻഡ് വെറൈറ്റിയാണ്. ഇത് വളരെ ഒതുങ്ങി ഡ്രമ്മിലൊക്കെ നമുക്ക് വളർത്താവുന്ന രീതിയിലുള്ളൊരു മാവിൻ്റെ തൈയാണ്. ഇത് മുൻകൻശ്രീ എന്നാണ് ഇതിൻ്റെ പേര്. മുൻകൻശ്രീ. ഇതിപ്പോൾ ഇതുപോലെ ഒരു തൈ ഇപ്പോൾ 1.5 വർഷം ഗ്രോ ബാഗിൽ ഇരുന്ന് കാരണം പിന്നെ നമ്മൾ ഇതിലേക്ക് ഡ്രമ്മിലേക്ക് മാറ്റുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യമായിട്ട് നമ്മൾ ഡ്രമ്മിലേക്ക് മാറ്റുമ്പോൾ അതിലെ പോട്ടി മിശ്രിതം തയ്യാറാക്കേണ്ട രീതിയാണ്. കാരണം കുറേ വർഷക്കാലം നമുക്ക് ഈ മാവിനെ ഈ പ്ലാന്റിനെ ഈ ഇതിലായി സംരക്ഷിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അതിനാവശ്യമായ നമുക്ക് എല്ലുപൊടി, അതുപോലെ ചാണകപ്പൊടി, പിന്നെ അല്പം വേപ്പ് പിണ്ണാക്ക്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചകിരിച്ചോറ്. കാരണം ഇതിനകത്ത് റൂട്ട് പോകാനുള്ള എല്ലാ രീതിയിലുമുള്ള ഈ മിശ്രിതങ്ങൾ നമ്മൾ ഇതിനകത്ത് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. എന്നതിന് ശേഷമാണ് നമ്മൾ ഈ പ്ലാന്റ് അതിലേക്ക് ഇറക്കി വെക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഒരു ഡ്രം ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ഏകദേശം സെയിം ഡ്രം തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പ്ലാന്റ് വെക്കുന്നതിന് മുമ്പ് ഇതെങ്ങനെ ഏകദേശം അളവുണ്ടോ, ചകിരി എങ്ങനെ വെക്കേണ്ടത് എന്നുള്ള രീതി? തീർച്ചയായിട്ടും അതിന് അളവും കാര്യങ്ങളും ഉണ്ട്, മെത്തേഡ് ഉണ്ട്. ഞാനിത് എൻ്റേതായിട്ടുള്ള ഒരു രീതിയാണ് ഇവിടെ പരീക്ഷിച്ചത്. എൻ്റെ മാവിൽ ഞാൻ ട്രെയിനിങ് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു രീതി എന്ന് വെച്ചാൽ നമ്മൾ സാധാ ചകിരി എടുത്ത് ഇതിന്റെ അടിഭാഗത്തേക്ക് കമഴ്ത്തി വെക്കും. എന്നിട്ട് ഒരു ലെയർ മുകളിലേക്ക് മലർത്തി വെക്കും. രണ്ടാമത്തെ ലെയർ എന്നതിന് ശേഷം നമ്മളുടെ ഈ ചകിരിച്ചോറ് ഇതിന് കറക്റ്റ് ആയിട്ട് ഇടും. ഇത് ഫില്ലാവുന്ന രീതിയിൽ ഫുള്ള് ചകിരിച്ചോറ്. എന്നതിന് ശേഷം ഈ പോട്ടി മിശ്രിതം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നമ്മുടെ സൂപ്പർ മിൽ എന്ന് പറയുന്ന ഒരു വളമുണ്ട്, അത് കിട്ടുന്നവർക്ക് അത് കൂടെ ചേർത്ത് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. എന്നതിന് ശേഷം ഇതിനകത്ത് വീണ്ടും പകുതിയിലേറെ നമ്മൾ ഈ വളം മിക്സ് ചെയ്ത ഇതിൽ ഫില്ല് ചെയ്തതിന് ശേഷമാണ് അതിൽ ആ പ്ലാന്റ് വെക്കുന്നത്. പ്ലാന്റ് വെച്ചതിന് ശേഷം പിന്നെ ആ സൈഡിൽ മൊത്തമായിട്ട് നമ്മൾ വളം ഈ മിശ്രിതം നമ്മൾ മിക്സ് ചെയ്തത് അതിൽ ഫില്ല് ചെയ്യും. അതായത് ഈ ചകിരിച്ചോറിന്റെ മുകളിൽ മേലിട്ടുള്ള അതേ മിശ്രിതം തന്നെ അതിന്റെ സൈഡിലും കൂടി ചെയ്യും. പിന്നെന്ന് വെച്ചാൽ ഇത് ഫുള്ള് അങ്ങോട്ട് ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ കുറെ ഭാഗങ്ങൾ ഇങ്ങനെ കാലിയാക്കിയിടും. നമ്മൾ വെള്ളം നനച്ചു കഴിഞ്ഞാൽ വെള്ളം സ്റ്റോർ ചെയ്യാനും പിന്നീട് അതിലേക്ക് പോട്ടി മിശ്രിതവും വളങ്ങളൊക്കെ പിന്നീട് ചേർക്കാനും വേണ്ടിയിട്ടാണ് ഇത്രയും സ്ഥലം നമ്മൾ ഒഴിവാക്കണം. കുറേ വർഷങ്ങൾ ഈ പിന്നെ ഡ്രമ്മിനകത്ത് ഈ മാവ് വളരേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് ഇവിടെ വളരെ അത്യാവശ്യമാണ്. ചില ആളുകളൊക്കെ ഇത് ഫുള്ളാക്കി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ശരിക്ക് പിന്നീട് വളം ചേർക്കാനും മറ്റൊന്നിനൊക്കെ അതിന് ബുദ്ധിമുട്ടുകൾ വരും, വേരുകളൊക്കെ മുകളിലേക്ക് വരും. ആ രീതി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ 1.5 വർഷമായി എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇതിലിടക്ക് വെച്ച സമയത്തിന് ശേഷം പിന്നീട് നമ്മൾ ഇതിൽ വളം കൊടുക്കുക അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു 4 മാസം കൂടുമ്പോൾ ഇതിനകത്ത് വീണ്ടും ഇളക്കി പുല്ലുകളൊക്കെ മാറ്റി വീണ്ടും വളം മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് നമ്മൾ മേലെ വളം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അടിയിലേക്ക് അത് ഇറങ്ങിപ്പോകും. അതുകൊണ്ട് ഗ്രോ ബാഗിലും നമ്മൾ ചട്ടിയിലും ഡ്രമ്മിലൊക്കെ വെക്കുന്നവർക്ക് മുകളിൽ മാത്രം വളം എടുത്താൽ മതി. തടം തുറക്കുന്ന രീതിയൊന്നും ആവശ്യമില്ല. നമ്മൾ അതേപോലെ വെള്ളം അതുപോലെ തന്നെ വളങ്ങൾ നമുക്ക് കലക്കി ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ കൊടുക്കില്ല. പിന്നെ ദിവസം എത്ര നേരത്തെ നനക്കണം? ഇത് ഇപ്പൊ ഡ്രമ്മിലുള്ള തൈകളൊക്കെ ഒരു നേരം ഇപ്പം നനച്ചുകൊണ്ടിരിക്കുന്നത്. ഓവറായിട്ട് വെള്ളം വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. പ്രത്യേകിച്ച് മാവിന് ഓവർ വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ വേരുകളൊക്കെ കേടുവരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഇതുപോലെ ഡ്രമ്മിന് താഴെ ഹോൾ ഉണ്ടാവുമല്ലോ വെള്ളം ഒഴിവാകാനല്ലേ? അത് ഡ്രമ്മിന് തീർച്ചയായിട്ടും ഹോളുകൾ 3-4 ഹോളുകൾ അതിന്റെ അടിയിൽ കൊടുക്കണം. സൈഡിൽ ഹോൾ കൊടുക്കുന്നത് നല്ലതാണ്. സൈഡിലായാലും കുഴപ്പമില്ല. പിന്നെ ഇത് ഇപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം എത്ര വർഷം വരെ ഇതിലിരിക്കാൻ ചാൻസ് ഉണ്ട്? ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു 15-20 വർഷത്തിന് മുകളിൽ ഇതിനകത്തിരിക്കും. പക്ഷേ ഇത് മരമായി പോവാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരില്ലേ? ഇതിന് ഗ്രോ ബാഗിലും അതുപോലെ ഡ്രമ്മിലും ചട്ടിയിലും ഒക്കെ വെക്കുന്ന മാവുകൾ സാധാരണ വളർച്ച ടെൻഡൻസി കുറഞ്ഞ മാവുകൾ അതിന് നമ്മൾ സെലക്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അത്തരം മാവുകൾ ഇതിനകത്ത് ബുഷായിട്ട് കുറേ വർഷങ്ങളിരിക്കും. 20-25 വർഷം ഡ്രമ്മിലിരിക്കുന്ന മാവുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് മുറ്റത്താണ് വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ വീടിൻ്റെ മുകളിൽ ടെറസിൻ്റെ മുകളിലൊക്കെ ഓപ്പൺ ടെറസിൽ വെക്കുന്ന സമയത്ത് വീടിനത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമോ? വെയിറ്റ് കൂടുതൽ വരുന്നതുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലും? എല്ലാ
എല്ലാവരുടെയും ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു സംശയമാണത്. അപ്പോൾ എൻ്റെ സുഹൃത്ത് എൻ്റെ വീട്ടിൽ ഇതുപോലെ ഡ്രമ്മിൽ വളരെ കാലം മുമ്പ് ഇതുപോലെ മാവിൻ്റെ തൈകൾ വെച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ 10 വർഷമായ ഇത് ഒരു ലീക്കോ അല്ല മറ്റു കാര്യങ്ങളോ ഇത് വെച്ചത് കൊണ്ടുണ്ടായിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. കുറേ മണ്ണുകൾ നിറച്ചുകൊണ്ട് കുറേ ഭാരം ഉണ്ടാക്കുക എന്നുള്ളതെല്ലാം മാവിൻ്റെ തൈ വെക്കുമ്പോൾ അതിനാവശ്യമായിരിക്കുന്ന ചകിരിച്ചോറ് അതുപോലുള്ള പൊട്ടി മിശ്രിതങ്ങൾ വളങ്ങളൊക്കെ അത് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ഇപ്പോൾ ചാണകപ്പൊടിയൊക്കെ ആണെങ്കിൽ അതേസമയം നമ്മൾ കുറേ മണ്ണും ഇതൊക്കെ നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് കൂടും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് കുറേ വർഷങ്ങൾ ഇപ്പോൾ ടെറസിന് മുകളിൽ നമുക്ക് ഇത് വെക്കാനായിട്ട് കഴിയും. ആ ഒരു രീതിയിൽ നമ്മുടെ വീടിന് യാതൊരു കുഴപ്പവും സംഭവിക്കില്ല. പക്ഷേ ഇതിപ്പോൾ നമുക്കറിയാം മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റത്തടി പോലെയൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ചില്ലകളൊക്കെ ആയിട്ട് ഇങ്ങനെ പൊന്തി പോകുന്ന ഒരൈറ്റാണ്. അപ്പോൾ ഇത് മുകളിലേക്ക് ഇങ്ങനെ പൊന്താൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഇതിനകത്തുനിന്ന് മറിഞ്ഞു വീകാനോ കാറ്റടിച്ച് മറിഞ്ഞു വീകാനോ ചാൻസ് ഇല്ല. അപ്പോൾ ഇതിങ്ങനെ നിർത്തേണ്ടി വരില്ല ഒതുക്കിയിട്ട്? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്, എല്ലാവരും സംശയമാണ്. ഇത് വളർന്ന് പൊങ്ങിപ്പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാറ്റടിച്ചിട്ട് മറിഞ്ഞ് വീഴാറുണ്ട്. അത് വീഴുന്നതിന് അവർ സപ്പോർട്ട് നൽകി നിർത്തുകയാണ്. അതിനേക്കാളും നല്ലത്, ഏറ്റവും നല്ല രീതി അതിനെ നമ്മൾ ആദ്യഘട്ടത്തിൽ പ്രൂൺ ചെയ്ത് ട്രെയിനിങ് ചെയ്ത് എടുത്ത തൈകളെ നമുക്ക് ഇതുപോലെ ഒതുക്കി നിർത്താനായിട്ട് കഴിയും. ഇപ്പോൾ എൻ്റെ അടുത്തുള്ള ഒട്ടുമിക്ക തൈകളും ഞാൻ ആദ്യം ട്രെയിനിങ് ചെയ്തെടുത്ത തൈകളാണ്. അത്തരം തൈകളെയാണ് നമ്മൾ ഡ്രമ്മിലേക്ക് വെക്കേണ്ടത്. സാധാരണ ഒരു മരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാവ് ഇതിനെപ്പറ്റി ഒരു കാഴ്ചപ്പാടും ഇല്ലാതെ ഡ്രമ്മിൽ വെക്കാൻ പറ്റില്ല. കാരണം ഡ്രമ്മിൽ അനുയോജ്യമായ മാവുകളെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത്. രണ്ടാമത് ആ മാവിനെ ഒരു 1.5 വർഷം ഒരു ഗ്രോ ബാഗിൽ വെച്ച് ട്രെയിൻ ചെയ്തെടുത്ത് ബുഷായ രീതിയിൽ ആക്കിയതിന് ശേഷമായിരിക്കണം നമ്മൾ ഡ്രമ്മിലേക്ക് മാറ്റേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് വളർന്ന് പന്തലിച്ച് പോകുന്ന ഇതിൽ നിന്ന് അതിനെ ഒരു ഗോളാകൃതിയിൽ ഒതുക്കി നിർത്താൻ, അഥവാ കുറുകി നിൽക്കുന്ന ഒരു മാവാക്കി വെച്ചാൽ ഇത് കാറ്റ് ഇടിച്ചുകൊണ്ട് മറിയുന്ന ആ രീതികൾ ഉണ്ടാവില്ല. ഈ വെയിറ്റിൽ തന്നെ അത് കുറേ നിൽക്കും. ഇപ്പോൾ ഇവിടെയൊക്കെ ഉള്ള മാവുകൾ ഒന്നും തന്നെ കാറ്റടിച്ച് മറിഞ്ഞു കൊണ്ടിട്ടില്ല. കാറ്റടിച്ച് പറഞ്ഞിട്ടില്ല. നമ്മൾ വീടിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ ഒരു എഞ്ചിനീയറോട് കൺസൾട്ട് ചെയ്യണത് നല്ലതായിരിക്കും അല്ലേ? അത് നമ്മുടെ ഈ പഴയ വീടുകളിലൊക്കെ നമുക്കറിയാലോ പണ്ടത്തെ കോൺക്രീറ്റുകളൊക്കെ വേണ്ട അത്ര കമ്പി കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്തതായിരിക്കില്ല പഴയ വീടുകൾ. അത്തരം വീടുകളിലാണെങ്കിൽ നിങ്ങളത് കൺസൾട്ട് ചെയ്യണം. പുതിയ വീടുകളൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ കമ്പി, അതിൻ്റെ ഈ ചേർക്കേണ്ട പിന്നെ സിമെൻറ്റ് എല്ലാം കറക്റ്റായിട്ടാണ് എഞ്ചിനീയർ വർക്കാണ് ചെയ്യുന്നത്. പണ്ട് എഞ്ചിനീയർ വർക്കോട് കൂടിയിട്ടുള്ള വീടുകളല്ല. അപ്പോൾ അവിടുത്തെ ഒരു നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന കോൺക്രീറ്റുകളും കാര്യങ്ങളും. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന ഇത്ര ഖനമുണ്ട്, ഇത്ര വെയിറ്റ് താങ്ങുന്നുള്ള ഒരു മുൻധാരണയോട് ഉണ്ടാക്കിയ വീടുകളാണ്. അത്തരം വീടുകളുള്ള ഇതൊരു വെയിറ്റേ അല്ല. അതൊക്കെ ധൈര്യപൂർവ്വം നമുക്ക് അതുകൊണ്ട് കുറേ നിറച്ച് വെക്കാന്നുള്ളതല്ല അർത്ഥം. ഒരു പരിമിതമായ രീതിയിൽ നമുക്കിത് ഒരു ആലങ്കാരികമായിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് സ്ഥലപരിമിതിയിൽ വേണമെങ്കിൽ നമുക്ക് ഒരു ആഗ്രഹത്തിന്റെ പുറത്തൊക്കെ ഇത് ചെയ്യാം. അല്ലാതെ ഒരു 10-20-30 ആണെങ്കിൽ ഇരുന്ന് നമ്മൾ അങ്ങനെ വെച്ചിട്ട് ഒരു വൺ കൃഷി രീതി എന്നുള്ള രീതിക്ക് വീട്ടിന്റെ മേലെ വെക്കാന്നല്ല. നമുക്കൊരു ഭംഗി, പ്രത്യേകിച്ച് നമുക്കിപ്പോൾ നാട്ടിൻപുറത്ത് നിന്ന് ലഭിക്കുന്ന മാങ്ങപ്പഴങ്ങൾ നമുക്കറിയാം വിഷപദാർത്ഥങ്ങളും കീടനാശിനികളും രാസപദാർത്ഥങ്ങളും ഇട്ട് പഴുപ്പിച്ചിട്ട് വരുന്ന മാമ്പഴങ്ങളാണ്. അത് കഴിക്കുമ്പോൾ നമുക്ക് അതിലുള്ള ഒരു പിന്നെ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണ്. അപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് ഒരു 10-20-50 മാങ്ങ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അത് നല്ല മാങ്ങ ആയിരിക്കും. നല്ല രീതിയിൽ വിഷങ്ങൾ ചേർക്കാത്ത നല്ല മാമ്പഴം നമുക്ക് കഴിക്കാൻ ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്. പിന്നെ നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു മാനസിക ഉല്ലാസം, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇതുകൊണ്ട് ആഗ്രഹിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമുക്കിപ്പോൾ നാട്ടിൻപുറത്താണെങ്കിൽ നമ്മുടെ തൊടുവിൽ മൂച്ചില്ലെങ്കിലും മാങ്ങ ഇല്ലെങ്കിലും തൊട്ടടുത്ത പറമ്പിൽ എവിടെയെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിക്കാം. ടൗൺ ഏരിയയിലേക്ക് നിൽക്കുന്നവർക്കാണ് സ്ഥിതിയാണെന്നുണ്ടെങ്കിൽ ചുറ്റും കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അവർക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങളും ഉപയോഗപ്പെടുക. ആൾക്കാരൊക്കെ തന്നെ അവരെ പേരപ്പറ്റിൻ്റെ ആ ഒഴിഞ്ഞ കുറച്ച് കിട്ടുന്ന സ്ഥലത്തൊക്കെ ഇതുപോലെ ഡ്രമ്മിലൊക്കെ വെച്ച് മാമ്പഴം കാഴ്ച നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ തായ്ലൻഡിൽ പോയ സമയത്ത് തന്നെ അവിടെയൊക്കെ പിന്നെ ഡ്രമ്മിലൊക്കെ വെച്ച് മാമ്പഴങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു ചെടിയായ രൂപത്തിലൊരു ചെടിയെ നമ്മൾ അങ്ങനെ നട്ടു വളർത്തുന്നത്. അതുപോലെ നമുക്ക് ഒരു മാവിനെ നട്ടു വളർത്താവുന്നതേ ഉള്ളൂ ചട്ടിയിൽ. അങ്ങനെ വളർത്തി കഴിഞ്ഞാൽ നമുക്കൊരു ചെടി പോലെ ഒരു അലങ്കാരത്തിനുമായി, എന്നാൽ നമുക്ക് അതിൽ നിന്ന് ഒരു മാമ്പഴം കിട്ടുമ്പോൾ അതൊരു സന്തോഷമായി, കാണാനുള്ള ഭംഗിയുമായി. കാരണം ഇന്ന് ഒട്ടനവധി മാമ്പഴങ്ങൾ കളർ കോമ്പിനേഷനിൽ പല വ്യത്യസ്തമായ കളറുകൾ, കണ്ണിനെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള കളറുകളും നല്ല രീതിയിലുള്ള ഷേപ്പുകളുള്ള ഒട്ടനവധി മാവുകൾ, വിദേശ മാവുകൾ നമ്മുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ട്. അത്തരം മാവുകളെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് വെക്കുമ്പോൾ നമുക്ക് കാണാനൊരു ഭംഗിയുമായി, കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള മാങ്ങയുമായി, എല്ലാം നല്ല രീതിയിൽ നമുക്ക് അതിനെ പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയും. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിൽ ഇപ്പോൾ മിശ്രിതം ചേർക്കുന്നതും കാര്യങ്ങളൊക്കെ ചേർക്കുന്നതൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു തുള്ളി പോലും കുറച്ച് പോലും മണ്ണ് നമ്മൾ ആഡ് ചെയ്യുന്നത് പറഞ്ഞിട്ടില്ല. ഈ മിശ്രിതത്തിൽ നമ്മൾ മണ്ണ് ആഡ് ചെയ്യുന്നുണ്ടോ അതോ എങ്ങനെയാണ്? തീർച്ചയായിട്ടും മണ്ണ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന അനുപാതം എന്ന് പറഞ്ഞാൽ ഒരു കൊട്ട പിന്നെ ചുവന്ന മണ്ണ്, ഒരു കൊട്ട പിന്നെ കോക്കോപ്പിറ്റ് അഥവാ ചകിരിച്ചോറ്, ഒരു കൊട്ട ചാണകപ്പൊടിയും അത് ആട്ടും കാട്ടും പാടെ മിക്സ് ചെയ്തത് ഒരു കൊട്ട. അപ്പോൾ അങ്ങനെ മൂന്നും പിന്നെ നമ്മൾ പിന്നെ ഇതുപോലെ ഒരു 2-3 പിടി എല്ലും പൊടി, ഒരു പിടി
പിന്നെ വേപ്പും പിണ്ണാക്ക്. ഇത് മൂന്നും വേണം മിക്സ് ചെയ്യണം. ഇത് 4 പാടെ ചേർത്തിട്ട് എല്ലാം ഒരു അനുപാതത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ആ മിശ്രിതമാണ് നമ്മൾ ചേർക്കുന്നത്. ആ മിശ്രിതമാണ് ഞാൻ തയ്യാറാക്കുന്നത്. പല രീതികളും ആളുകൾ അവലംബിക്കുന്നത്, എൻ്റേതായിട്ടുള്ള ഒരു രീതിയാണ് ഞാൻ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഇക്ക ചെയ്യുന്ന രീതി ആയതുകൊണ്ട് തന്നെ ചിലപ്പം വെയിറ്റ് കുറയാനുള്ള ചാൻസ് ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് നല്ലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരു 2 ആളുകൾക്ക് ഇത് പിടിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാൻ പറ്റും. ഇപ്പോൾ ഈ സ്പേസിൽ നിന്ന് നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കണമെങ്കിൽ വളരെ ഈസി ആയിട്ട് മാറ്റി വെക്കാനായിട്ട് കഴിയും. അത്തരത്തിലുള്ള ഡ്രമ്മാണ് ഇത്. പിടിക്കാനുള്ള പിടിയുണ്ട്, വളരെ ഈസി ആയിട്ട് മാറ്റി വെക്കാം. അപ്പം നമുക്ക് എവിടെന്നെങ്കിലും ഒരു സ്ഥലത്തേക്ക് നീക്കി വെക്കണമെങ്കിൽ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ടെറസുകളിലൊക്കെ ഒട്ടുമിക്ക വീടുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ കൃഷികളും മറ്റുള്ള കാര്യം ചെറിയ രീതിയിൽ പച്ചക്കറി മറ്റുള്ളതൊക്കെ ആയിട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അവരൊക്കെ ചിലർ ഉപയോഗിക്കുന്നത് ഈ ഗ്രോ ബാഗ് അതുപോലെ തന്നെ നമ്മളെ ചാക്കുണ്ടല്ലോ, ചാക്കിലൊക്കെയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്ലാന്റ് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും മാവ്? ഇല്ല, മാവ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ദീർഘകാലം നമുക്ക് അതിൽ വളരേണ്ടതുണ്ട്. ഇന്ന് പച്ചക്കറികൾ അതുപോലെ തന്നെ ചെറിയ വൺ ടൈം ഇതിൽ ചെയ്യുന്ന കൃഷികളുണ്ട് ടെറസിൻ്റെ മുകളിൽ. നമ്മൾ പച്ചക്കറികൾ, വെണ്ടക്ക, പയർ ഇങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ വൺ ടൈമാണ്. അത് ഗ്രോ ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷമോ അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രോ ബാഗ് തനിയെ അത് കേടുവരുന്ന രീതിയിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു നീണ്ട കാലത്തേക്ക് നമുക്ക് ഗ്രോ ബാഗിൽ ഇത്തരത്തിലുള്ള മാവുകൾ വെക്കുക എന്നുള്ളത് ഒരു അസാധ്യമാണ്. അതുകൊണ്ട് ചട്ടിയോ ഡ്രമ്മോ നമ്മൾ തിരഞ്ഞെടുക്കണം മാവിൻ്റെ ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ വെക്കാനായിട്ട്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ലോങ് ആയിട്ട് നമുക്ക് നിൽക്കണം. എത്ര കൂടുതൽ വർഷത്തേക്ക് നമുക്ക് ഈ മാവ് ഇതിൽ വളരേണ്ടതുണ്ട്. അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള ഇതുപോലെ ഞാൻ വാങ്ങിച്ച ഡ്രമ്മ് നല്ല സ്ട്രോങ് ഉള്ളതാണ്. ഇത് പിന്നെ കുറേ കാലം ഇത് ലാസ്റ്റ് ചെയ്യും. അത്തരത്തിലുള്ള ഡ്രമ്മുകൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം. വിലക്കുറവിലുള്ള ചട്ടികളോ ഡ്രമ്മുകളോ ഈ പിന്നെ ഇതുപോലുള്ള രീതിക്ക് നമ്മൾ ഉപയോഗപ്പെടുത്താൻ പാടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ പൊട്ടി ദ്രവിച്ചു പോകുമ്പോൾ വീണ്ടും നമ്മളത് റീപ്ലാന്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് പോകും. പിന്നെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ. വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പോഴോ കാര്യങ്ങളോ നമുക്ക് എടുത്ത് മാറ്റല്ലോ. അപ്പോൾ ലോ ക്വാളിറ്റി സാധനമാണെങ്കിൽ ചിലപ്പോൾ 2 സൈഡിൽ ഒരാൾ പിടിച്ച് കഴിഞ്ഞാൽ അടി ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് പൊടിഞ്ഞു പോകും. അത് സ്വാഭാവികമാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മാവൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ 5 കൊല്ലോ 10 കൊല്ലോ അതിന് മുകളിലൊക്കെ ഇരിക്കുന്നിടത്തോളം വെക്കാനുള്ള സാധനമായിരിക്കും. അപ്പോൾ ചെറിയ ലോ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇത് മൊത്തം നശിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റുമ്പോഴൊക്കെ റിസ്ക് ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. കാരണം വലിയ പ്ലാന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റീപ്ലാന്റ് ചെയ്യുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറേ കാലത്തേക്ക് നമ്മൾ ഉള്ളതായതുകൊണ്ട് വാങ്ങിക്കുമ്പോൾ തന്നെ നല്ല പിന്നെ ചട്ടിയോ നല്ല ഡ്രമ്മോ അത് അവൈലബിൾ ആണ്, നമുക്ക് വാങ്ങിക്കാനായിട്ട് ലഭിക്കും. അതുകൊണ്ട് അത്തരം വിലക്കുറവ് നോക്കാതെ നല്ല ഇനം ചട്ടികൾ വാങ്ങാനായിട്ട് ശ്രമിക്കണം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമുക്ക് വേണ്ടി ഷെയർ ചെയ്തെന്നുള്ളത് സ്ഥലപരിമിതിയിൽ നിൽക്കുന്നവർക്ക് ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരിക്കും ചിലപ്പോൾ മാവുകളൊക്കെ വീട്ടുമുറ്റത്തോ അല്ലാന്നുണ്ടെങ്കിൽ ടെറസിന് മുകളിലൊക്കെ വെക്കണം എന്നുള്ളത്. അപ്പോൾ എങ്ങനെ ഒരു ഡ്രമ്മിനകത്ത് നമുക്ക് മാവ് എങ്ങനെ വളർത്താം, അതുപോലെ തന്നെ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് കായ്ഫലങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതിനെക്കുറിച്ചും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മളൊരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക.